ജനാധിപത്യത്തിനകത്ത് വിഭിന്ന അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർഡിനേറ്റിംഗ് ഫോഴ്സുണ്ട്. ആ ഫോഴ്സ് പാർട്ടി ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പ് പ്രോസസ്സ് ഒന്നും കൂടാതെ നേരിട്ട് നറുക്കെടുത്ത ആളുടെ പേര് പറയുന്നതല്ല. എല്ലാ പ്രോസസ്സും നടത്തി പാർലമെൻ്ററി പാർട്ടി, പിന്നെ ഡൽഹിയിലെ മീറ്റിംഗ്, അതിനുശേഷമുള്ള ഫർദർ ഡിസ്കഷൻ, അതിനുശേഷം ബന്ധപ്പെട്ട ആളുകളുമായി ഇരുന്ന് എല്ലാ പ്രോസസ്സും സാധാരണഗതിയിലൊരു പാർട്ടിയിൽ ചെയ്യാത്ത വിധത്തിലുള്ള എല്ലാ പ്രോസസ്സും പൂർത്തിയാക്കിയതിന് ശേഷം അവരുടെ ഫൈനൽ ഡിസിഷൻ എന്ത് എന്നുള്ളത് ഇങ്ങോട്ട് അറിയിക്കുകയാണ്. ആ ഫൈനൽ ഡിസിഷൻ അറിയിക്കുന്നതിന് വേണ്ടി സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ രാഹുൽജിക്കും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെജിക്കും തീരുമാനമെടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് വിട്ടൊരു കേസാണ്. എന്നിട്ട് പോലും ആ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഇത്രയും പ്രോസസ്സ് നടന്നില്ലേ? ആ പ്രോസസ്സിന് ശേഷം എന്താ ഡിസിഷൻ എന്നുള്ളത് അവർ അറിയിക്കുകയാണ്. അല്ല, അംഗീകരിക്കാതിരിക്കുന്ന പ്രശ്നമില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഹൈക്കമാൻഡ് എടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഞാൻ 100% കൂടെ നിൽക്കും. 100%. കാരണം ബീയിങ് എ പാർട്ടി മാൻ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഒബേ മൈ ഹൈക്കമാൻഡ്. എന്തോ അതൊന്നും അല്ല, ഇതല്ല. പാർട്ടി ഡിസിഷൻ വരുന്ന വേറെ, വ്യക്തികളുടെ അഭിപ്രായങ്ങൾ വേറെ. വ്യക്തികളുടെ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതെന്താണെന്നുള്ള എൻ്റെ അഭിപ്രായം ആരും ഇതുവരെ കൃത്യമായി പുറത്ത് പറഞ്ഞതായിട്ട് എനിക്കറിയത്തുമില്ല. വ്യക്തികളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതെല്ലാം കേട്ടതിന് ശേഷം ഒരു ഫൈനാലിറ്റിയോട് കൂടി ഹൈക്കമാൻഡ് ഒരു തീരുമാനം പറയും. ആ തീരുമാനം അക്സെപ്റ്റ് ചെയ്ത് പോകും ഒരു പാർട്ടി പ്രവർത്തകൻ്റെ പ്രാഥമികമായ കടമയാണ്. ഇത് രണ്ട് ഘട്ടമാണ്. ഒന്ന്, കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ, ആ ലീഡറെ തിരഞ്ഞെടുക്കുന്നതിലാണ് ഇവിടെ കോൺഗ്രസിൻ്റേതായ പ്രോസസ്സ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇന്നയാളിനെ വിളിക്കണം എന്ന് പറഞ്ഞ് ഗവർണർക്ക് കത്ത് കൊടുക്കണം. സെക്കൻഡ് സ്റ്റേജാണ് അത്. റൂളിംഗ് ഭാഗത്ത് നിൽക്കുന്ന, ഭരണഭാഗത്ത് നിൽക്കുന്ന ആളുകൾ, മുഴുവൻ ആളുകൾ ഒപ്പിട്ടോ അല്ലെങ്കിൽ അവരുടെ കക്ഷികളുടെ നേതാക്കന്മാർ ഒപ്പിട്ടോ ഒരു കത്ത് കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ കീഴ്വഴക്കാണ്, ഭരണഘടനാപരമായ ബാധ്യതയാണ്. ഇന്നലെ ഇപ്പോൾ NSS ഉൾപ്പെടെയുള്ള സംഘടനകളെ രംഗത്ത് വന്നു ഈ ഘടകകക്ഷികളുടെ അമിതമായ ഇടപെടൽ. ലീഗിന് എന്ത് കാര്യമാണ് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഉള്ളതാണ്? ഞാൻ ഇതുപോലുള്ള രാവിലെ നല്ലൊരു സമയമല്ലേ, ഞാൻ എന്തിനാ വിവാദത്തിൽ പോകുന്നത്? പക്ഷേ അതിനകത്തൊക്കെ ഓരോ അർത്ഥമുണ്ടാകുക. ഒരിക്കലും നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ഒരു തെറ്റായ സമീപനം എടുത്തതായി എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ റീസൺ എന്തെങ്കിലും ഉണ്ടാകാം. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഒരു പ്രോസസ്സിനകത്താണ്. ഞങ്ങൾ ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ആ രൂപത്തിൽ മുന്നോട്ട് പോകും. വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ള ലീഗിൻ്റെ കീഴിൽ നിന്ന് ഏറ്റെടുക്കുന്നത് കുറേ കാലമായി പറഞ്ഞാണ്. ഒരു കേന്ദ്രത്തിൽ മാത്രം ഇരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതായാലും ഒന്നും പറയേണ്ടതില്ലല്ലോ. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ നിങ്ങളും അത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഗവൺമെൻറ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യണം, സഹമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യണം, ക്യാബിനറ്റ് അധികാരമേൽക്കണം. അതെല്ലാം ചെയ്തതിന് ശേഷമുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചത്. അത് ആ പ്രോസസ്സിൽ കൂടെ വരും. ഞാൻ കോൺട്രവേഴ്സിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോൺട്രവേഴ്സിക്കില്ല. അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ഈ എല്ലാ ആളുകളും ഇവിടെ UDF നേതാക്കന്മാരെല്ലാവരും കൂടി ഒപ്പിട്ട് ഗവർണർക്ക് കത്ത് കൊടുക്കണം. ആ കത്ത് കൊടുത്തതിന് ശേഷം ഗവർണർ തീരുമാനിക്കും ഇവിടെ ഗവൺമെൻറ് ഫോം ചെയ്യുന്നതിന് വേണ്ടി. അവിടെ നമ്മുടെ ലീഡറെ വിളിക്കും. ആ വിളിച്ചതിന് ശേഷമുള്ള മൂന്നാമത്തെ പ്രോസസ്സാണ് സത്യപ്രതിജ്ഞ. അതിൻ്റെ രൂപത്തിൽ തന്നെ പോകും. ആൻറ്റിസിപ്പേറ്ററി ക്വസ്റ്റ്യനിലെ മോനെ, ഇങ്ങനെ മഴക്കാറ് വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ മഴക്കാറൊന്നും വരണ്ടേ? അല്ല, ഈ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല എന്ന് എനിക്ക് തോന്നിയുണ്ട്. മഴക്കാറൊന്നും വരണ്ടേ? അല്ലാതെ നമ്മൾ അതൊക്കെ ആൻറ്റിസിപ്പേറ്റഡ് ക്വസ്റ്റ്യൻസാണ്. അല്ലല്ല, ഇതെൻ്റെ വീടല്ലേ. കോട്ടയത്തെ ജനങ്ങൾ എനിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്ന ഒരു നിയോജകമണ്ഡലത്തിലെ ഒരു ഏക വ്യക്തിയാണ് ഞാൻ.
പോവുക എന്നുള്ളതൊക്കെ എൻ്റെ കടമയിൽപ്പെട്ടാണ്. അത് ഞാൻ ചെയ്യും. മന്ത്രിസഭയിൽ അങ്ങനെ പ്രതീക്ഷിക്കണമെന്ന് മണ്ഡലത്തിലുള്ള വോട്ട് ചെയ്ത ആളുകൾ ചോദിക്കുന്നത്. അതൊക്കെ വരട്ടെ, അതൊക്കെ നിങ്ങളതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.